രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കില്ലേ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ അന്താരാഷ്ട്ര വിഷയം. അപ്പം അങ്ങനത്തേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അടിപൊളി ഊത്തപ്പാട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇത് തലേ ദിവസം മാവരച്ച് വെച്ചാൽ രാവിലെ അങ്ങ് ചുട്ടെടുത്താൽ മതി. കൂടെ ഒരു ചിക്കൻ കുറുമയോ അല്ലെങ്കിൽ കടായോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഡിഷ് ആക്കിയിട്ട് വെക്കാനും പറ്റിയൊരു അടിപൊളി ആയിട്ടാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. 1 കപ്പ് വെള്ളത്തിൽ 4 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ജീരകശാല അരി വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ ആ രീതിയിൽ നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലേക്ക് ചുടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ രാവിലെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുന്ന സാധാരണ ദോശമാവുണ്ടല്ലോ അത് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. പക്ഷേ അതിലേറെ ടേസ്റ്റ് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലൊരു തവയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതാവുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഊത്തപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഓയിൽ ബ്രഷ് ചെയ്യാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു തവയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തവി ഒഴിച്ചാൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഊത്തപ്പായിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എല്ലാം ഒരേ ഷേപ്പിൽ വരുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ബബിൾസ് വരും കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ചേർത്ത് കൊടുക്കണം. സവാളയ്ക്ക് ചെറുതായിട്ട് കുനുകുനായിട്ട് അരിയണം കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എല്ലാ ഭാഗത്തേക്കും എല്ലാ ഉത്തപ്പത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വേവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മാവിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അതിൽ ഒട്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ രീതിയിൽ ചെയ്തെടുക്കുക. 2 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഊത്തപ്പാണ് കേട്ടോ ഇത്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കുറുമയൊക്കെ തന്നെയാണ് കേട്ടോ. ചിക്കൻ കുറുമ, ബീഫ് കുറുമ ഒക്കെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ഐറ്റം ഇതാക്കി എടുത്താൽ പൊളിക്കും കേട്ടോ. ഈസി അല്ലേ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇത് ഇങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. കറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് രാത്രി അരച്ച് വയ്ക്കുമ്പോൾ ചെറുതായിട്ട് പുളിയൊക്കെ വരുമെന്ന് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രാവിലെ അരച്ച് വെച്ചിട്ട് ചുടുവെള്ളത്തിൻ്റെ മുകളിൽ ചെറിയ ചുടുവെള്ളത്തിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കുന്ന ഭാഗത്ത് ചെറു ചുടുവെള്ളത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ചുടുവെള്ളത്തിൻ്റെ മുകളിലായിട്ട് പാത്രം വെച്ചിട്ട് അങ്ങനെ ഫെർമെൻ്റ് ആവാൻ വെച്ചാൽ മതി. 1 മണിക്കൂറൊക്കെ ഫെർമെൻ്റ് ആവാൻ വെച്ചാൽ മതി. അപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്